നമ്മൾ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം നൽകുന്നത് എന്താണ്? നന്മയാണ് കേട്ടോ. പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം നൽകുന്നത് എന്താണ്? അത് ഒരു നന്മയാണ്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, ഇയാൾ പക്ഷിമൃഗാദികൾക്കൊക്കെ ഭക്ഷണം നൽകുന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ ആണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പട്ടിയോ പൂച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ പക്ഷിമൃഗാദികളെ ഞാൻ പട്ടിയെ പൂച്ചയോ ഒന്നും വീട്ടിൽ വളർത്താറില്ല കേട്ടോ. അതിനോട് തുറന്നു പറയുകയാണ്. കാരണം നമ്മൾ പട്ടിയെ വീട്ടിൽ വളർത്തുക, അത് നായയെ വീട്ടിൽ വളർത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ നായയെ നമ്മൾ കെട്ടിയിടേണ്ടതായിട്ട് വരും. കെട്ടിയിടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? കെട്ടിയിടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ നായയ്ക്ക് ഒരു ബന്ധനം നൽകുകയല്ലേ? ആണോ അല്ലയോ? ആണ്. അതെനിക്കൊരു വല്ലാതെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ നായയെ വീട്ടിൽ വളർത്താറുള്ളത് കേട്ടോ. എന്നാൽ അവ വീട്ടിലൊക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലും ഫുഡ് നൽകാറുണ്ട്. പിന്നെ അതിന് മാത്രമല്ല, ഇനി നായയെ നമ്മൾ വീട്ടിൽ വളർത്തിയെന്നിരിക്കട്ടെ, അവയെ കെട്ടിയിടാതിരിക്കാനും പറ്റുന്നില്ല. കാരണം എന്താ? വീടാണ്, പലരും വരും. അപ്പോൾ എന്തോ അവരെങ്ങാനും ഈ നായ കടിച്ചു കഴിഞ്ഞാൽ അതെന്താവും? അത് മോശമല്ലേ? അതുകൊണ്ട് ഞാൻ നായയെ വീട്ടിൽ വളർത്താറില്ല. പക്ഷേ നായയോ പൂച്ചയോ ഒക്കെ വിചാരിതമായിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ നൽകാറുണ്ട് കേട്ടോ. ഇന്ന് പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം നൽകുന്നത് എന്താണ്? നന്മയാണ്, നന്മയുടെ വശമാണ് കേട്ടോ. അതുപോലെ തന്നെ അവയെ ഉപദ്രവിക്കുന്നതിനോടൊന്നും എന്തില്ല, എനിക്ക് യാതൊരു യോജിപ്പുമില്ല കേട്ടോ. അതുപോലെ തന്നെ കേട്ടോ, ഇല്ല, സത്യം, എനിക്കൊരു പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, റൂമിലെ പോലും നമ്മൾ എന്ത് ചെയ്യാറില്ല, ഉപദ്രവിക്കാറില്ല. അപ്പം ജീവിതത്തിലെന്ന് പറഞ്ഞാൽ പക്ഷിമൃഗാദികളോട് കരുണ കാട്ടുന്നത് എന്താണ്? നന്മയാണ്.